ഈ ഭദ്രകാളി ഒന്ന് എഴുന്നേറ്റാൽ പിന്നെ എന്തൊക്കെയാണാവോ ഇനി കാണേണ്ടി വരിക. മനസ്സിലതും ചിന്തിച്ചുകൊണ്ട് ആദിത്യൻ പതുക്കെ മുകളിലത്തെ നിലയിലേക്ക് കയറി. അവൻ്റെ കൈകൾ അപ്പോഴും അവളുണ്ടായിരുന്നു. ബോധമില്ലാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുന്ന അനന്യ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആദിത്യൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. എത്ര നിഷ്കളങ്കമാണ് ഈ മുഖം. പക്ഷേ ഈ നിഷ്കളങ്കതയ്ക്ക് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അവൻ അപ്പോഴും അറിയില്ല. ഹോസ്റ്റലിലേക്ക് തിരിച്ചയക്കാമായിരുന്നു അവളെ. പക്ഷെ അവൻ അതിനു തയ്യാറായില്ല. അവളെ തൻ്റെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. മുറിയിലെ കിടക്കയിൽ അവളെ പതുക്കെ കിടത്തി. ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം പുതപ്പ് ശരിയാക്കി കൊടുത്തു. നീ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാവും ഇനി ഉണ്ടാവുക. അവൻ പതുക്കെ പെറുപെറുത്തു. പിന്നെ സോഫയിലേക്ക് പോയിരുന്നു. ലാപ്ടോപ്പ് തുറന്ന് ജോലിയിൽ മുഴുകി. എന്നാൽ അവൻ്റെ ശ്രദ്ധ മുഴുവൻ ലാപ്ടോപ്പിലായിരുന്നില്ല. ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ കിടക്കയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവൾ ഉണർന്നോ? ഇല്ല. അവൻ വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. പക്ഷെ ആ രാത്രി മുതൽ ആദിത്യൻ്റെ ജീവിതം പതുക്കെ മാറിത്തുടങ്ങുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോഫി കഫേയിൽ വെച്ച് നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി ശാന്തമായ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തെ ഗാർഡനിൽ വിഹാനും ദിയയും നേർക്കുനേറിയിരിക്കുകയാണ്. അവനെ കണ്ടിട്ട് കുറച്ച് സമയമായിട്ടും വിഹാനൊന്നും സംസാരിക്കുന്നതേയില്ല. ദിയക്ക് അതോടെ അസ്വസ്ഥയായി. എന്താ വിഹാൻ, എന്തിനാ നമ്മളിവിടെ വന്നേ? അവൾ അവൻ്റെ അരികിൽ വന്നിരുന്നു. എന്താ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ടിപ്പോൾ യാതൊരു മിണ്ടാട്ടവുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്താ നീ? വിഹാൻ അവളെ നോക്കിയതേയില്ല. പകരം വെയിറ്ററെ വിളിച്ചു. നമുക്ക് ചായ വേണോ അതോ കാപ്പി വേണോ? തീയുടെ പുരുകം ചുളിഞ്ഞു. ഇത് ചോദിക്കാനാണോ എന്നെ ഇത്രയും ദൂരം നീ കൂട്ടിക്കൊണ്ടുവന്നത്? അവളുടെ ശബ്ദത്തിൽ അമർഷം കലർന്നിരുന്നു. പറയടി, വിഹാൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് കാപ്പി മതി, അവളും പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ കണ്ണുകൾ ഒരു ചെറിയ കൗതുകം. നിനക്ക് കാപ്പി ഇഷ്ടമല്ലായിരുന്നല്ലോ. തീ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പെട്ടെന്നൊരു മാറ്റം? അവൾ ചെറുതായി പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണല്ലോ, അവൾ പതുക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാനും അത് ശീലമാക്കി. വിഹാൻ അവളെ കുറച്ചു നേരം നോക്കി. ആഹാ, കൊള്ളാമല്ലോ മാഡം. അവൻ്റെ ശബ്ദത്തിൽ ഒരു പരിഭവമുണ്ട്. മനസ്സിലെ സ്നേഹം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് അല്ലേ? അത്രയും പറഞ്ഞ് വെയിറ്ററോട് 2 കാപ്പി അവൻ ഓർഡർ ചെയ്തു. പക്ഷേ ആ ചെറിയ സംഭാഷണത്തിനുള്ളിൽ തന്നെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ തുടക്കം ഒളിഞ്ഞിരുന്നു. ദിയക്കത് മനസ്സിലായതേയില്ല. വിഹാനോ? അവൻ പറയാൻ പോകുന്ന കാര്യത്തിൽ ഗൗരവം അറിയാമായിരുന്നു. കാപ്പി മേശയിലെത്തിയെങ്കിലും ഇരുവരും അതിലേക്ക് കൈ നീട്ടിയതേയില്ല. വിഹാൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. ഒടുവിൽ ദിയ വിഹാനോട് ചോദിച്ചു. എന്താ വിഹാൻ, എത്ര ദിവസമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ നീ സംസാരിക്കുന്നേ? അവളുടെ ശബ്ദത്തിൽ വിഷമമുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ കാപ്പിയോടുള്ള നഷ്ടം പോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം അപ്പോഴുമുണ്ടെന്ന് പറഞ്ഞു. അവൾ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. എനിക്ക് നിങ്ങളിൽ നിന്ന് സ്നേഹമൊന്നും കിട്ടുന്നില്ലെന്നാ നിങ്ങൾ കരുതുന്നേ? വിഹാൻ പതുക്കെ കാപ്പി എടുത്ത്. പക്ഷേ അത് കുടിച്ചില്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി ദിയ? ഇത് തന്നെ എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത്. അവൻ്റെ ചോദ്യം കേട്ടതും അവളുടെ മുഖം മാറി. നീ എന്നോടൊന്ന് അടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അതെന്താ അങ്ങനെ? അവൻ്റെ ശബ്ദം പതുക്കെ ഉയർന്നു. പിന്നെ ഞാൻ എങ്ങനെയാ നിന്നോട് സ്നേഹത്താരെ പെരുമാറേണ്ടത്? ഛേ, ദിയ പെട്ടെന്ന് ചുറ്റും നോക്കി. അത് ചോദിക്കാനാണോ എന്നെ നീ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അവളുടെ ശബ്ദം ഭയം കലർന്നിരുന്നു. വീട്ടിൽ നമ്മളോടൊപ്പം എല്ലാവരുമില്ലേ ദിയ? അവിടെ വെച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്നെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് നീ ചോദിക്കുന്നത്? ഇവിടെ ആരും കേൾക്കില്ല. വിഹാൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആരും കേൾക്കില്ല, അതെനിക്കും അറിയാം. ദിയമാനു അവന് മറുപടി നൽകി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. അതുകൊണ്ട് എനിക്ക് കൃത്യമായി മറുപടി വേണം ദിയ. ദിയയുടെ ഹൃദയം ശക്തമായിടിച്ചു. അയ്യോ വിഹാൻ, അവൾ പതുക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? അവളുടെ കണ്ണുകളും നിറഞ്ഞു. അനന്യയുടെ ജീവിതം നമ്മൾ കാരണം തന്നെയല്ലേ ഇപ്പോൾ ഇങ്ങനെ പാഴായി പോയത്? അത് വിചാരിച്ചാ ഞാൻ. പാവാണ് അവൾ. അവളുടെ ശബ്ദം ഇടറി. എത്രമാത്രം കഷ്ടപ്പെടുന്നത് നിനക്കറിയാമോ? അവളുടെ ജീവിതത്തിൽ ആദ്യം നല്ലത് നടക്കട്ടെ, എന്നിട്ട് പോയാൽ പോരെ നമ്മുടെ ജീവിതം? അവൾ വിഹാൻ്റെ കയ്യിൽ പതുക്കെ തൊട്ടു. അതിനുശേഷം നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. വിഹാൻ കൈ പിൻവലിച്ചു. എന്താടി നീ പറഞ്ഞു വരുന്നത്?
അവൻ്റെ ശബ്ദം കടുത്തു. ഭർത്താവ് ഭാര്യയുമായി കഴിഞ്ഞാൽ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. അതെല്ലാം എന്നും അങ്ങനെ തന്നെ തുടരുമെന്ന് നമുക്ക് പറയാനൊക്കുമോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷെ ആ ചിരി സന്തോഷമുണ്ടായിരുന്നില്ല. ഇപ്പോൾ നീ നിന്റെ സഹോദരിക്ക് വേണ്ടി നമ്മുടെ ജീവിതമാ പായാക്കുന്നത്, അവൻ നിശബ്ദനായി പറഞ്ഞു. അവളോടൊപ്പം ചേർന്ന് ജീവിച്ച് എന്നെ അവഗണിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു ദിവസം വന്നാൽ നീ എന്ത് ചെയ്യുമടി? അവൻ്റെ കണ്ണുകളിൽ വേദന നിറഞ്ഞു. അന്ന് നിനക്ക് അതിൻ്റെ വേദന മനസ്സിലാകും. ദിയ തല ഉയർത്തി നോക്കി. അവർ നന്നായി ജീവിച്ചാലോ? ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ? അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് നല്ലതാണോ? വിഹാൻ ഞെട്ടി അവളെ നോക്കി. ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത പെൺകുട്ടിയാ. നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലെ ഇളയ മകനും. അവളുടെ കണ്ണുകൾ ഇപ്പോൾ ഭയമില്ല. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വംശപരമ്പര മുന്നോട്ട് പോകേണ്ടത് നമ്മളുടെ മാത്രമായല്ലോ, അവരിലൂടെയും വേണ്ടേ? വിഹാൻ ഒന്നും പറഞ്ഞില്ല. അതിലെന്താണ് തെറ്റ്? അവൾ ചോദിച്ചു. കുറച്ചു നേരം നിശബ്ദതയ്ക്ക് ശേഷം വിഹാൻ പതുക്കെ പറഞ്ഞു. ആരുടേതാണെന്ന് ആദ്യം എന്നൊക്കെ തർക്കം, ഇപ്പോൾ അത് മാറ്റിവെക്കതിയ. അവൻ്റെ ശബ്ദം വേദന നിറഞ്ഞു നിന്നു. എനിക്കും വികാരങ്ങളുണ്ട്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടല്ലേടി സ്നേഹിച്ച് വിവാഹം കഴിച്ചതും? ദിയ മിണ്ടിയില്ല. നീ തന്നെ പറ, അവൻ ചോദിച്ചു. ഇത്രയും നാളുകൾക്കിടയിൽ ഒരിക്കൽ പോലും നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്നോട് അപമര്യാദയായി എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? അവളുടെ കണ്ണുകൾ കുറ്റബോധം നിറഞ്ഞു. ഞാനും ഒരു പുരുഷനാണ് ദിയ. വിഹാന്റെ ശബ്ദം പതറി. എനിക്കും വികാരങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യയരികിൽ നിർത്തിയിട്ട് അവൻ കണ്ണുകൾ അടച്ചു. ഒരു സന്യാസി പോലെ ജീവിക്കാൻ എനിക്കിനി കഴിയില്ല. അവൻ കണ്ണുകൾ തുറന്നു. ഇന്നത്തെ രാത്രിയോടെ ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടായേ പറ്റൂ. ദിയയുടെ ശരീരം വിറച്ചു. ശരി, അവൾ പതുക്കെ ചോദിച്ചു. എങ്കിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിഹാൻ അവളെ നോക്കി. ഞാൻ നിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ? അവൻ പതുക്കെ പറഞ്ഞു. നീ അത് അനുസരിക്കാറുണ്ടോ? ഇല്ലല്ലോ. ദിയയുടെ കണ്ണുകൾ താഴ്ന്നു. എനിക്കിനി ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയില്ല ദിയ. വിഹാൻ മുന്നോട്ട് ചെന്നു. ഇന്നത്തെ രാത്രി നമുക്ക് ആ സ്റ്റാർ ഹോട്ടൽ ഒരു ഫസ്റ്റ് നൈറ്റാ? ദിയയുടെ ശബ്ദം വിറച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ മറ്റൊരു പെണ്ണിനോട് പറയുന്ന പോലെ എന്നോട് പെരുമാറുന്നത്. അത് കേട്ടത് വിഹാൻ ഒന്ന് ഞെട്ടി അവളെ നോക്കി. എല്ലാ അനുമതിയും വാങ്ങിത്തരാമെന്ന മട്ടിൽ അഭിനയിച്ചിട്ട് അവളുടെ ശബ്ദം പൊട്ടി പുറത്തേക്ക് വന്നു. എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എൻ്റെ ശരീരം മാത്രം സ്വന്തമാക്കാനാണോ നിന്റെ മനസ്സിലുള്ളത്? അതാണോ നിന്റെ ലക്ഷ്യം? വിഹാന്റെ മുഖം വേദനയിൽ മുറുകിപ്പോയി. ദിയ, എന്താണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അവൻ പതുക്കെ ചോദിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ കൂടെ ജീവിക്കണമെന്ന എൻ്റെ ആഗ്രഹം. അതിൻ്റെ അർത്ഥം നിന്റെ ശരീരത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ കൊതിക്കുന്നു എന്നാണോ? ദിയ മിണ്ടിയില്ല. ലോകത്തിലെ എല്ലാ പുരുഷന്മാരും തൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. അവൻ്റെ ശബ്ദം വിറച്ചു. നമ്മുടെ സ്നേഹത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞ്. അവൻ കണ്ണുകൾ തുടച്ചു. അതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് പൂർണ്ണമായൊരു അർത്ഥം നൽകുന്നതും. ആ ഒരു ചിന്തയില ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. അവൻ അവളെ നോക്കി. പക്ഷെ നീയോ? ഒരു നിമിഷം അവൻ്റെ ശബ്ദം നിലച്ചു. ഞാൻ നിന്റെ ശരീരത്തിന് വേണ്ടി മാത്രമാണ് കൊതിക്കുന്നതെന്ന് വരെ നീ പറഞ്ഞു. വിഹാൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. കോടിക്കണക്കിന് സ്വത്തുകളുണ്ട് എനിക്ക്. അവൻ അവളെ നോക്കി. ഞാൻ ആഗ്രഹിച്ചാൽ ആരുടെ കൂടെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാമായിരുന്നു. അവൻ്റെ ശബ്ദത്തിൽ വേദന നിറഞ്ഞിരുന്നു. ഇത്രയും നാൾ ഞാൻ നിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചുവെന്ന നീ കരുതുന്നേ? ദിയയുടെ കണ്ണുകളൊഴുകി. നമ്മുടെ മനസ്സിൽ പരസ്പര വിശ്വാസം സ്നേഹമല്ലേ വേണ്ടത്? അവൻ അവളെ അവസാനമായി ഒന്ന് നോക്കി. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചത് ദിയ? അവൻ്റെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു. പക്ഷെ നിന്റെ ഒറ്റ ചോദ്യം കൊണ്ട് അവൻ തല കുനിച്ചു. നീയെല്ലാം തകർത്തു കളഞ്ഞു. അവൻ ബില്ലടച്ചു. ഇതിനെക്കുറിച്ച് ഇനി മുതൽ സംസാരിക്കേണ്ട. അവൻ തിരിഞ്ഞു നടന്നു. ദിയ പിന്നാലെ ഓടി. കാറിനുള്ളിൽ ഒരു വാക്കുപോലും അവൻ മിണ്ടിയില്ല. റോഡിലൂടെ കാർ വേഗത്തിൽ പാഞ്ഞുകൊണ്ടേയിരുന്നു. ദിയ പലതവണ അവനെ നോക്കി. പക്ഷേ വിഹാൻ റോഡിൽ നിന്ന് കണ്ണെടുത്തതേയില്ല. അവൻ്റെ താടിയെല്ലുകൾ അപ്പോൾ മുറുകി തന്നെയായിരുന്നു. വീട്ടിലെത്തിയുടൻ അവൻ കാറിൽ നിന്നിറങ്ങി. ഒരു വാക്കുപോലും പറയാതെ മുകളിലേക്ക് കയറിപ്പോയി. അവൻ്റെ മുഖഭാവം കണ്ട് ജാനമ്മ ദിയയെ ഒന്ന് നോക്കി. എന്താ ദിയ? അവർ ആശങ്കയോടെ ചോദിച്ചു. വിഹാൻ വല്ലാതെ ദേഷ്യത്തിലാണല്ലോ കയറിപ്പോകുന്നത്. നീ എന്തെങ്കിലും അവനോട് പറഞ്ഞോ? ദിയയുടെ ഹൃദയം വേദനിച്ചു. എങ്കിലും അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതൊന്നുമില്ല ജാനുമ്മേ, അവൾ കള്ളം പറഞ്ഞു. അദ്ദേഹത്തിന് ചെറിയൊരു തലവേദനയുണ്ട്. അത്രയും പറഞ്ഞവൾ മുകളിലേക്ക് അവൻ്റെ പിന്നാലെ കയറി. മുറിയിലെത്തിയപ്പോൾ വിഹാൻ ജനലരികിൽ നിൽക്കുകയാണ്. വിഹാൻ, അവൾ പതുക്കെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി.
എന്തിനാ ഇപ്പോൾ ഇത്രയും ടെൻഷൻ നീ അടിക്കുന്നത്? അവൾ ചോദിച്ചു. പക്ഷെ അവൻ്റെ മറുപടി അവനെ തകർത്തു കളഞ്ഞു. ഇവിടെ നോക്ക്, അവൻ അവളോടായി പറഞ്ഞു. ഇനി നിനക്കും എനിക്കുമിടയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നുമില്ല. ദിയയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു തുളുമ്പിയിരുന്നു.